ചാനൽ ചർച്ചകളിൽ സിപിഎമ്മിന് വേണ്ടി വാദിക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇന്നലെ പാർട്ടിയുടെ നിങ്ങളുടെ ബ്രാഞ്ചിന്റെ യോഗം ചേർന്നു. എന്തെങ്കിലും നടപടികളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സംഘടന വെച്ച് പാർട്ടി ഇന്നലെ ബ്രാഞ്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വിഷയവും പരാമർശിച്ചിരുന്നു. ആ വിഷയം ദേശീയ സർവ്വദേശീയ സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്തു. ആ കൂട്ടത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. പാർട്ടി ലൈനിന് വ്യതിയാനമാണ് എൻ്റെ അഭിപ്രായ പ്രകടനങ്ങളെന്ന് പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അത് മാത്രമേ അതിനകത്ത് സംഭവിച്ചുള്ളൂ. മറ്റൊരു കാര്യങ്ങളും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണ്. സോമപ്രസാദ് മുൻ എം പി അടക്കം വന്ന് ആ ഒരു യോഗം ചേർന്നതിലാണ് നമുക്കൊരു കാര്യം തോന്നിയത്. എന്നെ പോലെ ഒരാൾ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ വലിയ തോതിൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അതൊരു പാർട്ടിക്ക് അത് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ആ ക്ഷീണം പാർട്ടി നിശ്ചയമായും അങ്ങനെ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ല അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണേണ്ടതില്ല. താങ്കളുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഇടത് നിരീക്ഷകനാണ്, അങ്ങനെ മാറ്റണം, അത് മാറ്റണമെന്നോ വല്ലതും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇടത് നിരീക്ഷകനും CPM സഹയാത്രികനും എന്നീ പേരുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അതിട്ട് ഇത്തരം അഭിപ്രായം പറയുന്നത് പാർട്ടിയെ ഡാമേജ് ചെയ്യും എന്നുള്ളതായിരുന്നു ചർച്ചയിൽ വന്ന ഒരു അഭിപ്രായം. അത് മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോഴും പാർട്ടി അംഗം എന്ന നിലയിൽ പറയുന്നത് ശരിയല്ല. നിലപാട് തുടരും. നിലപാടിലൊരു മാറ്റമില്ല. അത് തന്നെയാണ് കാര്യം. ഇന്നലെ മുൻ MP സോമപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി CPM സംസ്ഥാന കമ്മിറ്റി അംഗം സോമപ്രസാദ് അടക്കമുള്ള ആൾക്കാരെത്തി ഒരു യോഗം ചേരുകയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയുമാണ്. എന്താണ് പാർട്ടിയുടെ അതിനനുസൃതമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിന് പാർട്ടി നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഇടതുപക്ഷത്തിനും CPM-നും സംസ്ഥാനത്ത് നിദ്രാവ്യാധി ബാധിച്ചിരിക്കുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ബി എൻ ഹസ്കർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇല്ലാത്തൊരു ചർച്ചയിൽ ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ വന്നിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരു സമീപനം നമ്മൾ ആരും പ്രതീക്ഷിക്കുകയില്ല. അതിന് സാധാരണ രീതിയിൽ ഹസ്കർ അങ്ങനെയല്ല സംസാരിക്കാറുമുള്ളത്. അതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടാകുന്നത് സത്യമായും അത്ഭുതമായിരുന്നു. പക്ഷേ അതിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലിൽ പോയിരുന്ന് സംസാരിക്കാം, സ്വന്തം അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറയാം. ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ പാർട്ടിയെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു സന്ദേശം ബി എൻ ഹസ്കറിന് കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹം അതിനെങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ബി എൻ ഹസ്കർ ഒരു CPM അംഗം മാത്രമാണ്. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ വാദങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടിന് വേണ്ടി വലിയ രീതിയിൽ പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി ഒരു വിമർശനം ഉന്നയിച്ചു. ആ സമയത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാരെത്തിയാണ് ഒരു മുന്നറിയിപ്പ് നൽകിയത്. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പാർട്ടി ലൈനിനോട് കൂടി തന്നെ പറയണം. അല്ലാത്ത പക്ഷം രാഷ്ട്രീയ നിരീക്ഷകനോ മറ്റ് ഏതെങ്കിലും പേരിൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇന്നലെ സോമപ്രസാദ് MP അടക്കമുള്ള ആൾക്കാർ ആ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലെത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്തത്. സാധാരണ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലെത്തി ഇത്തരത്തിലുള്ള കമ്മിറ്റി യോഗങ്ങൾ പങ്കെടുക്കുന്ന പതിവില്ല. സാധാരണ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. പതിവിന് വിപരീതമായി AK സെന്ററിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻ MP സോമപ്രസാദ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹസ്കർ പറയുന്നത് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി കാറിൽ യാത്ര ചെയ്തടക്കമുള്ള കാര്യങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം വിമർശിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന് പോലും ഹസ്കർ പറയുകയുണ്ടായി. അതാണ് പാർട്ടിയെ ചൊടിപ്പിച്ചത്. അത് പാർട്ടി ലൈനിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചിന്തയാണ് പാർട്ടിക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ എത്തി ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുകയും ഒരു മുന്നറിയിപ്പ് ബി എൻ ഹസ്കറിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ താൻ പാർട്ടിക്ക് ഉള്ളിൽ തന്നെയാണ്. പാർട്ടി പറയുന്നത് താൻ അംഗീകരിക്കുമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ ബി എൻ ഹസ്കർ പറയുന്നത്. എന്തായാലും തന്റെ നിലപാട് എന്തായാലും ആ നിലപാടിൽ തന്നെ തുടരും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് നോക്കിയപ്പോൾ ഈ മാധ്യമപ്രവർത്തകനെ വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദി എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശൻ അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് CPM അതിനോട് മൗനം പാലിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു പരാമർശം ഹസ്കർ നടത്തുന്നു. നോക്കുമ്പോൾ CPM-ന്റെ പാനലിസ്റ്റുകൾ വന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലും അത്തരം നിലപാടുകൾ പറയാൻ കഴിയില്ല. അത് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുമില്ല.
പക്ഷേ ഇടത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന്റെ ഈ നിലപാടുകളോട് CPM സ്വീകരിക്കുന്ന മൗനം എന്താണ് എന്ന ചോദ്യം നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ മൗനത്തിന് കാരണം ആ മൗനം കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് ഇത് പറയാൻ കഴിയുന്നത് എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ്. സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഒരു തിരുത്ത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ. പക്ഷേ അതിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കപ്പെടുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സാധാരണ സംസ്ഥാന നേതൃത്വം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടത് നിരീക്ഷകരായി പല ആൾക്കാരും വന്ന് ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ചർച്ചയുടെ ഒരു നിലവാരം എന്താണെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണ് എന്നൊന്നും പാർട്ടി സാധാരണ പരിശോധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനെതിരെ നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ നടത്തിയ ഒരു ചർച്ചയിൽ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷം മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് പൊതുവായി ഉണ്ടായത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കുള്ള കാര്യങ്ങൾ പോവുകയും വലിയ രീതിയിൽ ഹസ്കർ ഈ വിഷയത്തെ വിമർശിക്കുകയൊക്കെ തന്നെ ചെയ്യുകയുണ്ടായി. അതുതന്നെയാണ് പാർട്ടിയെ ചൊടിപ്പിച്ചത്. പാർട്ടി നേതാക്കന്മാർക്ക്, അതായത് ഔദ്യോഗിക ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർക്ക് പോകാൻ സാധിക്കാത്ത ചർച്ചകളിൽ ഹസ്കറിനെ പോലെയുള്ള ഇടത് നിരീക്ഷകർ അല്ലെങ്കിൽ ഇടത് അനുഭാവികളായിട്ടുള്ള ആൾക്കാരെയാണ് പലപ്പോഴും ചർച്ചയ്ക്കായി പാർട്ടി നിയോഗിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് പാർട്ടിയുടെ ലൈന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായത്. ആ സമീപനം മാറ്റാം എന്നുള്ളതാണ് ഇന്നലെ AK സെന്ററിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MP ശോഭപ്രസാദ് അടക്കമുള്ള ആൾക്കാരെത്തി നിർദ്ദേശം നൽകിയത്, മുന്നറിയിപ്പ് നൽകിയത്. അതൊരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ഒരു ശാസനയുടെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വാക്കുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായി ചിന്തിച്ച് വേണം പറയാനെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായത്. CPM-നെ ന്യായീകരിക്കാൻ വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ. അദ്ദേഹത്തിനോടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചയിലുണ്ടായ പരാമർശങ്ങളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള യോഗം ചേരുകയും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്.